ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആ ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എനിക്ക്. കാരണം ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു സാധനമാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇൻഡസ്ട്രിയൽ മെഷീനാണ്. അപ്പോൾ ഇത് മേടിച്ചിരിക്കുന്ന ബ്രാൻഡെന്ന് വെച്ചാൽ സിംഗറാണ് കേട്ടോ. ഞാൻ ശരിക്കും എടുക്കാൻ വേണ്ടി പോയത് ജാക്ക് F5 ആണ്. പക്ഷേ നമ്മുടെ ഷോപ്പത്തെ ആൾ പറഞ്ഞു അതിനെക്കാട്ടിലും നല്ലത് സിംഗറാണ്. ജാക്ക് ആവുമ്പോൾ നമുക്കൊരു വർഷം വാറൻറ്റിയേ ഉള്ളൂ. മാത്രമല്ല അവൻ്റെ കമ്പനിക്ക് ടോൾ ഫ്രീ നമ്പറൊന്നും ഇല്ല എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഇത് ഉഷ സിംഗർ എന്നൊക്കെ ആവുമ്പോൾ നമുക്ക് 3 വർഷം ഗ്യാരൻറ്റി അല്ല സോറി വാറൻറ്റി ഉണ്ടാവും. നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണിപ്പോൾ. ഇത് ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിച്ച ഒരു മെഷീനാണ്. ഞാൻ BSc CDF പഠിക്കുമ്പോൾ നമ്മൾ കോളേജിൽ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്. അന്നെന്ന് വെച്ചാൽ നമുക്കറിയില്ല ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് ഫാഷൻ്റെ വാല്യൂ എന്താണെന്നോ ഒന്നും അറിയില്ല. അതാണ് കൊണ്ട് തന്നെ നമ്മളൊരു സാഹചര്യത്തിൽ അത് ഡ്രോപ്പ് ഔട്ട് ആക്കേണ്ടി വന്നു. അപ്പോൾ അത് ഡിഗ്രി എനിക്കെടുക്കാൻ പറ്റാത്തതിൽ ഇപ്പോൾ വളരെ വിഷമമുണ്ട്. കാരണം നമ്മൾ എന്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അത് എങ്ങനെയും കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അത് ഏത് സാഹചര്യമാണെങ്കിലും അത് നമ്മൾ ഫേസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കുക. കാരണം നമുക്ക് ഇന്നൊരു ഡിഗ്രിയോ എന്തെങ്കിലും ഉള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതാ നമ്മുടെ മെഷീൻ ഇവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാക്കുകയല്ല, അത് സെറ്റ് ചെയ്യാണ്. ഇത് സെറ്റ് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ബോക്സ് ആയിട്ടാണ് മേടിച്ചിരുന്നത്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത് മേടിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ആൾ വന്നിരുന്നത്. മേടിച്ചിരുന്നത് പാലക്കാട് എന്നൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ ഉഷയുടെയും സിംഗറിൻ്റെയും ജാക്കും വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ മോള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഓരോന്നൊക്കെ എടുത്തിട്ടൊക്കെ. അപ്പോൾ ഏകദേശമൊക്കെ അത് നമ്മുടെ സെറ്റിങ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മെഷീനെ കുറിച്ചിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒന്ന് ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല സ്പീഡുണ്ട്. മാത്രമല്ല നമുക്കിതിൽ ഏത് ക്ലോത്തും തേക്കാൻ പറ്റും. അതിപ്പോൾ ഈ ഒരു സിംഗറിനല്ല, ഉഷേൻ്റെ ആയിക്കോട്ടെ ജാക്കിൻ്റെ ആയിക്കോട്ടെ ഏത് ക്ലോത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ സിൽക്ക് ആയിക്കോട്ടെ കോട്ടൺ ആയിക്കോട്ടെ അങ്ങനെ ജീൻസ് എല്ലാ മെറ്റീരിയലും ഇതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് അതാണ് കേട്ടോ. നമുക്ക് മറ്റേ എൻ്റെ ഇത് സിംഗറിൻ്റെ തന്നെ വേറൊരു മെഷീനായിരുന്നു. ഇൻഡസ്ട്രിയിലൊന്നല്ല, നമ്മൾ പവർ മെഷീൻ മോട്ടർ സെപ്പറേറ്റ് വെക്കുന്ന ഒരു മെഷീനായിരുന്നു. അത് കുറേ നാൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഞാൻ അതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിലും ഞാൻ കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അത് പിന്നെ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഞാൻ ഒന്നുകൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി അല്ല, ഡിപ്ലോമ കോഴ്സാണ്. നമുക്ക് ഡിഗ്രി ആകുമ്പോൾ ഡെയിലി ക്ലാസ്സിന് പോവുക വരെ അത് ഭയങ്കര പ്രയാസമാണ്. കാരണം 2 കുട്ടികളെ വെച്ചിട്ട് എനിക്ക് എന്തായാലും അത് നടക്കില്ല. അപ്പോൾ ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 1 വർഷം 14 മാസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ നമ്മുടെ മെഷീനൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല നമുക്ക് അതിൽ ഒരുപാട് സെറ്റിങ്സ് ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ബോബിൻ കേസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ നൂല് ചുറ്റാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിൽ സ്റ്റിച്ച് ചെയ്തിരുന്നു. നല്ല സ്പീഡുണ്ട്, നല്ല സ്മൂത്താണ്. നമുക്ക് സൗണ്ടും കാര്യങ്ങളൊന്നും വല്ലാണ്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും എനിക്ക് അത്യാവശ്യം. കാരണം മോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് എണീക്കും. അപ്പോൾ സൗണ്ട് ഇല്ലാത്ത മെഷീനാണ് എനിക്ക് ഏറ്റവും വേണ്ടിയിരുന്നത് കേട്ടോ. ഞാൻ ആദ്യം സ്റ്റിച്ചിങ്ങൊക്കെ നല്ലോണം പഠിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് അതൊക്കെ മറന്നുപോയി. അപ്പോൾ വീണ്ടും ഇനി നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങണം. പിന്നെ ഈ ഒരു വർഷം കുറേ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട്. നമുക്ക് കുറേ ഗോൾസൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് മനസ്സിൽ. ഈ ഒരു വർഷം തീരുന്നതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടേതായ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു
ഇത് വേണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രിയാണ്, അപ്പോൾ അതിൻ്റേതായ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മെഷീൻ ഉപയോഗിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. നല്ലപോലെ സ്റ്റിച്ചൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു മെഷീൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവണമെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ ഇത് മേടിച്ച ഷോപ്പ് ആൾക്കാർ നല്ല ഒരു കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. നമ്മൾ പാലക്കാട്ടിൽ നിന്നാണ് മേടിച്ചത്. നല്ലൊരു ഇതായിരുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഏത് മെഷീനിനെ കുറിച്ചിട്ട് നമ്മൾ ചോദിച്ചപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് തന്നെ അവർ പറഞ്ഞു തന്നു, റേറ്റും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം പറഞ്ഞു തന്നിരുന്നു കേട്ടോ. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വന്ന ആളും നമുക്ക് ഡെമോ ഒക്കെ എടുത്തു തന്നിരുന്നു. അതൊക്കെ പിന്നെ ഓരോ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.